മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായിരുന്ന റൂബൻ അമോറിമിനെ പുറത്താക്കിയിരിക്കുന്നു. ഇവരെല്ലാവരും ഇതിനോടൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. കാരണം 5-ാം തീയതി ജനുവരി 5-ാം തീയതിയാണ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബോർഡ് പുറത്തിറക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും പിന്നെ അദ്ദേഹത്തിന്റെ ചില അച്ചീവ്മെന്റ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നതിന് ശേഷമുള്ള അച്ചീവ്മെന്റ്സും ഒക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബോർഡ് ഇറക്കിയിട്ടുള്ളത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, റൂബൻ അമോറിമിന്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചില നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ യൂറോപ്പ ലീഗിന്റെ ഫൈനലിലെത്തിയിരുന്നു. ഫൈനൽ തോറ്റുവെങ്കിൽ പോലും ഫൈനലിലേക്ക് യോഗ്യത നേടിയിരുന്നു. ടോട്ടനമിനെതിരെയാണ് തോറ്റത്. അപ്പോൾ ഫൈനൽ വരെ എത്തിയ നേട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേട്ടങ്ങളെക്കുറിച്ചൊക്കെ, കുറച്ചല്ല പിന്നെ എടുത്തു പറയത്തക്ക നേട്ടം ഇത് തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് താഴെ വരുന്നു, റൂബൻ അമോറിമിന് എല്ലാവിധ ആശംസകളും നേടുന്നു. ദിസ് ഈസ് റൈറ്റ് ടൈം ടു ലീവ് എന്ന് പറയാം, റൈറ്റ് ടൈം ടു സാക്ക് എന്നല്ലേ ഇരിക്കണേ. ഇതൊരു ഒരു മാറ്റത്തിനുള്ള മികച്ച സമയം ഇതാണെന്ന് തോന്നിയുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റുന്നത് എന്നുള്ള ലെവലിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബോർഡ് ഇറക്കിയിരുന്നു. എല്ലാവിധ ആശംസകളും റൂബൻ അമോറിമിനെ നേർന്നുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. കൂടാതെ ഫ്ലെച്ചർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു മുൻ കളിക്കാരനാണ് ഫ്ലെച്ചറിനെ താൽക്കാലികമായി കോച്ചിങ് ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി അവസാനിക്കുന്നു. ഇങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ബോർഡിന്റെ വക സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. റൂബൻ അമോറിമിനെ മാറ്റിയതിൽ പേഴ്സണലി എനിക്ക് വലിയൊരു അഭിപ്രായം ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിക് ടെൻ ഹാഗിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം, എറിക് ടെൻ ഹാഗിന്റെ അവസാന കാലം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. അദ്ദേഹം 2 ട്രോഫി നേടിയിട്ടുണ്ട്, കരബാവ് കപ്പും FA കപ്പും, അത് നമ്മൾ മറക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ആ ഒരു അവസാന കാലമാകുമ്പോൾ മോശം ഏരിയായിരുന്നു. അതിനുശേഷം റൂബൻ അമോറിം വന്നപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള ചില പെർഫോമൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇതായി. കാരണം അദ്ദേഹം വരുന്നത് ഒരു മിഡ് സീസണിൽ വരുമ്പോൾ ഓൾറെഡി അത് എറിക് ടെൻ ഹാഗിന്റെ ടീമാണ്. എറിക് ടെൻ ഹാഗ് വാങ്ങിച്ച പ്ലേയേഴ്സ് ഒക്കെ ഉള്ള ടീമാണ്. അപ്പോൾ റൂബൻ അമോറിമിന്റെ ടീമല്ല. അപ്പോൾ നെക്സ്റ്റ് സീസൺ തുടങ്ങുമ്പോൾ അതെന്തായാലും പക്ക റൂബൻ അമോറിമിന്റെ ടീമായിരിക്കും. ട്രാൻസ്ഫറിൽ അദ്ദേഹം കളിക്കാരെ വാങ്ങിക്കൂട്ടും. അദ്ദേഹം അതുപോലെ തന്നെ വാങ്ങിക്കൂട്ടി സെസ്കോ, ലാമൻസ് തുടങ്ങിയിട്ടുള്ള കളിക്കാരൊക്കെ അദ്ദേഹം വാങ്ങിക്കൂട്ടി. പിന്നെ എംബൂമോ, മത്യസ് കുനികൾ കളിക്കാരൊക്കെ വാങ്ങിക്കൂട്ടി. ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള തുടക്കം കിട്ടി. മോശമില്ലാത്ത രീതിയിൽ കുതിക്കുന്നു. ഇപ്പോഴും 6-ാം സ്ഥാനത്ത് 20 മത്സരങ്ങൾ കഴിയുമ്പോൾ 6-ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കഴിഞ്ഞ സീസണിലേക്ക് വളരെ ഫാർ ബെറ്റർ ആണ്. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനക്കാരായ വൂൾഫിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിൽ 1-1 സമനില വഴങ്ങേണ്ടി വന്നതും, പിന്നെ കഴിഞ്ഞ ദിവസം തേർഡിന് നടന്ന കളിയിൽ ലീഡ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് 1-1 സമനില വഴങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഭയങ്കര ഒരു നിരാശയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം നിരാശ ഉണ്ടെങ്കിലും അതിന് റൂബൻ അമോറിമിന് പ്രത്യേകിച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. ബ്രൂണോ പരിക്ക് പറ്റി പുറത്തിരിക്കുന്നു. പിന്നെ കുൻഹ കളിക്കുന്നു. പിന്നെ എംബൂമോ, അമാദ് എന്നിവരൊന്നും ടീമിലില്ല. അവരൊക്കെ ആഫ്രിക്കൻ്റെ ആ കളിക്ക് വേണ്ടി പോയിരിക്കുന്നു. അങ്ങനെയൊക്കെ കുറേ ന്യായവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉള്ള ടീമിനെ വെച്ചിട്ട് മനോഹരമായിട്ടൊരു കളി കളിക്കാമെന്ന് മാഞ്ചസ്റ്റർ കഴിഞ്ഞില്ല. അത് തന്നെ ആരാധകർക്കിടയിലും പിന്നെ ഫുട്ബോൾ പണ്ഡിറ്റുകൾക്ക് ഇടയിലും പിന്നെ മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇടയിലൊക്കെ ഒരു രൂക്ഷ വിമർശനം വരാൻ കാരണമായി. ഇന്നലെ കഴിഞ്ഞ ദിവസം ലീഡ്സിനെതിരെയുള്ള കളി കഴിഞ്ഞിട്ടുള്ള പ്രസ് കോൺഫറൻസിലും നമ്മുടെ റൂബൻ അമോറിം ആ സൈലൻസ് വെടിഞ്ഞു. എന്തോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം എടുത്തടിച്ച് പറഞ്ഞു, ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജറാണ്, നോട്ട് ഓൺലി എ കോച്ച്. ഞാൻ കോച്ച് മാത്രമല്ല ഒരു മാനേജറാണ്. അപ്പോൾ മാനേജർ പണി ചെയ്യുന്നു, അവരവരുടെ പണി ചെയ്യുന്നു, ഇവരുടെ പണി ചെയ്യുന്നു. ഞാൻ എത്ര നാൾ ഇവിടെ ഉണ്ടാവും എനിക്കറിയില്ല. ഉള്ളിടത്തോളം കാലം ഞാൻ ഭംഗിയായിട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ അടുത്ത ആൾ വരുന്നവരെ ഞാനിവിടെ ചെയ്യും എന്നുള്ള ലെവലിലൊക്കെ ഒരു രൂക്ഷമായിട്ട് തന്നെ ബോർഡിനെതിരെയും അതിന് ചെറിയൊരു ധ്വനിയുണ്ട്. അപ്പോൾ ബോർഡിനെതിരെയും ആഞ്ഞടിച്ചിട്ടുണ്ട്. ബോർഡിനി റൂബൻ അമോറിമിന്റെ കളിശൈലിയിൽ ഇടപെടുന്നുണ്ടോ, പ്ലേയേഴ്സിനെ ഇറക്കുന്ന കാര്യത്തിലൊക്കെ ഇടപെടുന്നുണ്ടോ എന്ന് കുറിച്ചൊന്നും അറിയില്ല. എനിവേ ബോർഡിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നു, രൂക്ഷ പ്രതികരണം നടത്തിയിരുന്നു. അതിന്റെ പിറ്റേ ദിവസമാണ് അദ്ദേഹത്തെ ഒബ്വിയസ്ലി പിറ്റേ ദിവസം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ 5-ാം തീയതി അദ്ദേഹത്തെ പുറത്താക്കി ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റും വന്നിരുന്നു. അപ്പോൾ എനിവേ പ്രതീക്ഷയോട് കൂടി കൊണ്ടുവന്ന ഒരു ഇതായിരുന്നു റൂബൻ അമോറിം. അറ്റ്ലീസ്റ്റ് ഒരു ഈ സീസണും കൂടി കൊടുക്കായിരുന്നു എങ്ങനെ ഉണ്ടെന്നുള്ള ലെവൽ. ഇപ്പോൾ 6th ഉണ്ട്. വരും ദിവസങ്ങളിൽ അമാദ് എംബൂമൊക്കെ തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടി ടീം സെറ്റ് ആവും. ബ്രൂൺ എന്തായാലും പരിക്കുന്നു മാറുമ്പോൾ ഒക്കെ സെറ്റ് ആവുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. എനിവേ റീസെന്റ് മത്സരം റിസൾട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇഷ്ടപ്പെടുന്നവർക്ക്. അത് ശരി തന്നെയാണ്. കോബി മെയ്നിയോ തുടങ്ങിയിട്ടുള്ള പ്ലേയേഴ്സിന് മാന്യമായ രീതിയിൽ മനോഹരമായി ഉപയോഗിച്ചില്ല, ഇറക്കിയില്ല എന്നുള്ള പരാതിയൊക്കെ അദ്ദേഹത്തിന് മേൽ
വന്നിരുന്നു. കുറേ പേര് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് പുറത്താക്കാൻ നേരം വൈകിയെന്നാണ് കുറേ പേര് പറയുന്നത്. എനിവേ ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ സീസണിനും കൂടി കൊടുത്തിട്ട് ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ പുറത്താക്കാമായിരുന്നു എന്നുള്ളതുണ്ട്. പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ സിറ്റി പിന്നെ അങ്ങനത്തെ ടോട്ടനം തുടങ്ങിയിട്ടുള്ള ക്ലബ്ബുകളൊക്കെ ബിഗ് ഫിഷുകൾ എന്ന് പറഞ്ഞാൽ നല്ല കളിക്കാരെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലെത്തിക്കാൻ നോക്കുമ്പോൾ മാഞ്ചസ്റ്ററിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കോച്ച് റൂബൻ അമോറിം വിചാരിച്ചിട്ടുണ്ടാവും മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ വിൻഡോയിൽ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതും ആരാധകർക്കിടയിലും പഴയ കളിക്കാർക്കിടയിലൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ്? കാരണം മിഡ്ഫീൽഡ് നമുക്ക് ആൾക്കാരില്ല, മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ടുവരേണ്ട സമയം, അപ്പോൾ ഒരു എണ്ണക്കില്ല നിൽക്കുന്നു എന്നുള്ള ലെവലിലൊക്കെ ഒരു പരക്കെ. പിന്നെ അതിനെ കൂടി റിസൾട്ടുകൾ ഇങ്ങനെയൊക്കെ ആയി സ്ഥിതിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം തട്ടകമായ ഓൾഡ് ട്രാഫോർഡിൽ പോലും വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അതൊരു മൊത്തത്തിലൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. അത് ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാവും മിക്കവാറും, അത് ബോർഡിലും ഉണ്ടായിരുന്നു ചിലപ്പോൾ. അതൊക്കെ ആയിരിക്കണം ഇങ്ങനെ. പിന്നെ അതിൻ്റെ കൂടെ ചോദ്യങ്ങൾ മൊത്തം വരുന്നത് കോച്ചിനെയാണല്ലോ, റൂബൻ അമോറിമിന് നേരെയാണല്ലോ. അപ്പോൾ അതിനോട് അദ്ദേഹം പ്രതികരിച്ച രീതിയും കൂടി ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാം കൂടി ആയപ്പോൾ ബോർഡിനെടുത്ത് തട്ടി. പ്രത്യേകിച്ച് ബോർഡിനെതിരെ പറഞ്ഞായിരിക്കണം ബോർഡ് തട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇനി റൂബൻ അമോറിം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലില്ല. ഒരു താൽക്കാലിക മാനേജറായിട്ട് കോച്ചായിട്ട് ഫ്ലെച്ചർ ആയിരിക്കും. ഇനി ആരേനെയാണ് നെക്സ്റ്റ് ഒരു പെർമനൻറ്റ് കോച്ചായിട്ട് നിയമിക്കാമെന്ന് അറിയില്ല. എൻ്റെ ഒരു ആഗ്രഹം മൗറീനിയോനെ കിട്ടുകയാണെങ്കിൽ മൗറീനിയോ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ചെൽസി കോച്ച് പുതിയ വന്നിട്ടുണ്ട് കേട്ടോ. ചെൽസി കോച്ച് ഉണ്ടായിരുന്നില്ല, കോച്ചിനെ ഇന്ന് നിയമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേറിയ അവസരമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കടന്നു പോകുന്നത്. നല്ലൊരു കോച്ചിനെ വരട്ടെ. മൗറീനിയോ തിരിച്ചു വരികയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. മൗറീനിയോ കിട്ടുമെന്ന് അറിയില്ല. എനിവേ നല്ലൊരു കോച്ചാൻ തിരിച്ചു വരട്ടെ.